ഹലോ, നമ്മുടെ തുടരും സിനിമക്കാർ ജോർജ് സാറിൻ്റെ ഹലോ പോലെ തോന്നിയോ? എൻ്റെ പേര് അനൂപ് എന്നാണ്. ഞാനൊരു പേഴ്സണൽ വ്ലോഗ് തുടങ്ങിയാണ്. നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോകുന്നതിന് ഒരു കാര്യം പറയാം. അതായത് ഈ വ്ലോഗ് ഞാൻ തുടങ്ങിയാൽ ഈ വീഡിയോ ഞാൻ എൻ്റെ കൂട്ടുകാർക്കോ വീട്ടുകാർക്കോ നാട്ടുകാർക്കോ അയച്ചു കൊടുത്ത് പ്ലീസ് സബ്സ്ക്രൈബ്, ഞാൻ വ്ലോഗ് തുടങ്ങി ഷെയർ കമൻറ്റ് ഈ പരിപാടി ചെയ്യുന്നില്ല. അതിനകത്ത് ഇപ്പോൾ നിങ്ങളാണ് ഈ വീഡിയോ ആദ്യം കാണുന്നെങ്കിൽ ഈ ഫസ്റ്റ് വ്യൂവർ നിങ്ങളാണ്, അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന ആൾ നിങ്ങളാണ് എൻ്റെ ഫസ്റ്റ് സബ്സ്ക്രൈബർ. അങ്ങനത്തെ ഒരു കമ്മ്യൂണിറ്റി, ഒരു ലോകം ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കുകയാണ്. അത് ഇന്ന് തുടങ്ങാൻ കാരണം ഇന്ന് രാവിലെ അമ്മ വിളിച്ചു, വേടാ ഇന്ന് നിൻ്റെ പിറന്നാളാണ്. പിറന്നാൾ ഓർത്ത് വെക്കാറില്ല നമ്മൾ സാധാരണ. പക്ഷേ ഒരു കാര്യം ആലോചിച്ച് 30കളുടെ അവസാനമായി, അടുത്തൊരു ഘട്ടത്തിലേക്ക് ജീവിതം കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആലോചിക്കുക, കുറേ ജീവിതത്തിൽ ഇത്രയും കാലം ഇപ്പോൾ കുറച്ച് സമയമുണ്ട്. ഞങ്ങൾക്ക് ഒരു കരിയറിൽ നിന്ന് ബ്രേക്കൊക്കെ എടുത്തിരിക്കുകയാണ്. ഒരു കുറച്ച് കാലമായിട്ട് ഒരു പേഴ്സണൽ കാര്യമായിട്ട് ബ്രേക്ക് എടുത്ത്, അപ്പോൾ ഇഷ്ടംപോലെ സമയമുണ്ട്. പിന്നെ കഥ പറച്ചിൽ ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ആലോചിക്കാം, ഇത്രയും കാലത്തെ കുറേ കഥകൾ, നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ, നമ്മൾ നാട്ടിൻപുറത്തുനിന്ന് വന്നതാണ്. നാട്ടിൻപുറത്തുനിന്ന് വന്ന് സിറ്റിയിലേക്ക് മാറി, ജീവിതത്തിലുണ്ടായ ചേഞ്ചുകൾ, ജോലി, കരിയർ, പാഷൻ, പിന്നെ ഈ പറഞ്ഞ സ്റ്റോറി ടെല്ലിങ്ങിലൊക്കെ വരാനുള്ള താല്പര്യങ്ങൾ, അതൊക്കെ ഷെയർ ചെയ്യാൻ ഒരു പ്ലാറ്റ്ഫോം. ഇതുപോലെ റോ ആഡ് ഷൂട്ട് ചെയ്യാം. കുറച്ച് കണ്ട ഞാനിപ്പോൾ ഇതിനകത്ത് മറ്റേ നമ്മൾ വേറെ ഒഫീഷ്യൽ ചാനൽ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്, യൂട്യൂബ് ചാനലിൽ. പക്ഷേ അതിനകത്ത് ഭയങ്കര ഫോർമാലിറ്റി നമ്മൾ നിൽക്കണം, സംസാരിക്കുന്ന രീതിയൊക്കെ ഭയങ്കര ഫോർമലാണല്ലോ. ഇത് കുറച്ച് ഈസി ആയിട്ട് നമുക്ക് എന്താണ്, എനിക്ക് ഞാൻ രാവിലെ ഒരു ടീഷർട്ട് എടുത്തിട്ട് നേരെ പുറത്ത് കയറി നമ്മുടെ വീടിൻ്റെ മുകളിൽ വന്നിരുന്നു, ടെറസിൻ്റെ മുകളിൽ വന്നിരിക്കുന്നത്. മരത്തിൻ്റെ മുകളിലാണെന്ന് തോന്നിയിട്ട് ടെറസിൻ്റെ മുകളിലാണ്. അങ്ങനെ ഇരിക്കുക, അതിന് കാക്കയുടെ സൗണ്ട് കേൾക്കാം, ചെറിയ കാറ്റിൻ്റെ ഡിസ്റ്റർബൻസ് ഒക്കെ കാണും. ഇതൊക്കെ അങ്ങനത്തെ ഒരു ഓർഗാനിക്കായ വ്യൂ ഉള്ള വീഡിയോ എടുക്കാനാണ്. ഇത് ഇന്ന് തുടങ്ങാൻ കാരണം, ഇത് ഇന്ന് തുടങ്ങിയില്ലെങ്കിൽ പിന്നെ നമ്മൾ നടക്കത്തില്ല. നമ്മൾ പല കാര്യങ്ങളും നാളെ മാറ്റി നടക്കാൻ സാധ്യത കുറവാണ്. മിക്കവാറും നടക്കത്തില്ല. നമുക്കൊരു പെർഫെക്റ്റ് ടൈം 1-ാം തീയതി എന്നൊക്കെ നമ്മൾ ആലോചിക്കും. ഇന്ന് 1-ാം തീയതി മുതൽ ഞാൻ ഇങ്ങനെ ചെയ്യും, അല്ലെങ്കിൽ തിങ്കളാഴ്ച മുതൽ ഞാൻ ചെയ്യും, അല്ലെങ്കിൽ 9 മണിക്ക് ഞാൻ നടക്കുകയില്ല. നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ ഇപ്പോൾ വല്ലതും ചെയ്താൽ ചെയ്യും, അത്രേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇങ്ങനെ തുടങ്ങി. പിന്നെ ഒരു പ്രായം കൂടിക്കൊണ്ടിരിക്കുകയല്ലേ. എനിക്ക് തോന്നുന്നു, ഇവിടെ വായിച്ചത് നമ്മൾ 35-നും 40-നും ഇടയ്ക്കുള്ള ഒരു വയസ്സിലാണ് നമ്മുടെ ശരീരവും മെൻ്റലിയൊക്കെ ഭയങ്കരമായിട്ട് മാറ്റം ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്ക് പൈസ ഉള്ള സമയത്ത് സമയം കാണത്തില്ല, സമയമുള്ള സമയത്ത് ആരോഗ്യം കാണത്തില്ല. അതുകൊണ്ട് ഇതെല്ലാം കൂടെ ഒരുമിച്ച് റെഡിയായിട്ട് ചെയ്യാൻ എന്തെങ്കിലും കാര്യം ചെയ്യാൻ നടക്കത്തില്ല. അപ്പോൾ ഇതൊക്കെയാണ് പറയാനുള്ളത്. എന്തായാലും നിങ്ങൾക്ക് അത് ഒന്നുകൂടെ പറയാണ്, നിങ്ങളാണ് എൻ്റെ ആദ്യത്തെ വ്യൂവർ, നിങ്ങളാണ് എൻ്റെ ആദ്യത്തെ സബ്സ്ക്രൈബർ. നമുക്ക് ഒരു കമ്മ്യൂണിറ്റിയാണ്. അത് കഥ പറച്ചിൽ വ്ലോഗാണ്, പേഴ്സണൽ വ്ലോഗായതുകൊണ്ട് എൻ്റെ ഇഷ്ടംപോലെ കഥകൾ പറയാം. യാത്രകളുണ്ട്, സിനിമ കഥകളുണ്ട്, പ്രണയം ഒക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ കഥകൾ. അങ്ങനെ ഒരു കഥയായിട്ടേ പറയുന്നത്, അല്ലാതെ ഇതൊക്കെ ജോലിയുടെ കാര്യം, നമ്മൾ കോർപ്പറേറ്റ് ലൈഫൊക്കെ ഇഷ്ടംപോലെ പോസിറ്റീവ് നെഗറ്റീവുള്ള കഥകളുണ്ട്. പിന്നെ നല്ല കിട്ടിയ 8-ൻ്റെ പണികളുണ്ട്. 8-ൻ്റെ പണികളൊക്കെ പറയാൻ പോയാൽ വ്ലോഗ് തീരില്ല, കാണ്ടമായിട്ട് കിടക്കും. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് കൂടാം. കൂട്ടുകാരും വീട്ടുകാരും നാട്ടുകാരൊക്കെ കണ്ട് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് വന്നാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഞാൻ പറഞ്ഞു വന്നു, ഞാനായിട്ട് ആർക്ക് അയച്ചു കൊടുക്കുന്നില്ല. ഇത് ഓർഗാനിക്കായിട്ട് എങ്ങനെ വളർന്നു നോക്കാം, ഒരു നാടൻ വ്ലോഗ് തുടങ്ങാം. ഓക്കെ, എന്തായാലും വീണ്ടും കാണാം. ബൈ.